നമസ്കാരം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ LDFിനെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം രാജിവെച്ച് BJP അംഗങ്ങളോടൊപ്പം ചേർന്ന് സ്വതന്ത്രയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. സ്വതന്ത്ര ടെസി ജോസ് കല്ലറക്കലാണ് പ്രസിഡന്റായി മാറിയത്. 8 കോൺഗ്രസ് അംഗങ്ങൾ BJPയുമായി ചേർന്നാണ് ഭരണം പിടിച്ചത്. പഞ്ചായത്തിൽ 10 അംഗങ്ങളുണ്ടായിരുന്ന LDF ഭരണം പിടിക്കാതിരിക്കാനാണ് കോൺഗ്രസ് അംഗങ്ങൾ ഈ നീക്കം നടത്തിയത്. ഇതോടെ BJPക്കൊപ്പം ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്ത് ഭരണം ഇവർ പിടിച്ചു. 24 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസ് കല്ലറക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 8 കോൺഗ്രസ് അംഗങ്ങളും 4 BJP അംഗങ്ങളും ടെസി ജോസ് കല്ലറക്കലിനെ പിന്തുണച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയുമായി ചേർന്ന് മുന്നണി രൂപീകരിച്ചാണ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 8 പേരുടെയും വിമതരായി മത്സരിച്ച 2 സ്വതന്ത്രരുടെയും 4 BJP അംഗങ്ങളുടെയും വോട്ടുകൾ ടെസി ജോസിന് ലഭിച്ചു. LDFിന് 10 അംഗങ്ങളാണുള്ളത്. ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേഫിന് 10 LDF അംഗങ്ങൾ വോട്ട് ചെയ്തു. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ LDF നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള പഞ്ചായത്തായിരുന്നു മറ്റത്തൂർ. എന്നാൽ ഏറെ നാളായി DCC നേതൃത്വവും മറ്റത്തൂരിലെ പ്രാദേശിക നേതൃത്വവും തമ്മിൽ ഒരു തരത്തിലുമുള്ള അടുപ്പമില്ലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് മറനീക്കി പുറത്തു വരികയും ചെയ്തു. DCC നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശിക നേതൃത്വം രംഗത്തിറക്കിയ സ്ഥാനാർത്ഥികൾ 8 പേരും വിജയിച്ചു. പാർട്ടി വിമതരായി നിന്ന് 2 പേരും വിജയിച്ചു. പ്രാദേശിക നേതൃത്വത്തിന്മേൽ DCCക്ക് നിയന്ത്രണമില്ലാത്തതിനാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിനുമായില്ല. ഇന്ന് രാവിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു നാടകീയ നീക്കങ്ങൾ. വിജയിച്ച കോൺഗ്രസ് അംഗങ്ങളായ 8 പേരും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും BJPയുമായി ചേർന്ന് പുതിയ മുന്നണി രൂപീകരിച്ച് അധികാരത്തിലെത്തുകയുമായിരുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കത്തിൽ പറയുന്നു. മിനിമോൾ ശ്രീജ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, പ്രിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നഹവാസ് എന്നിവരാണ് രാജിവെച്ചത്. കോൺഗ്രസ് അംഗങ്ങൾ മുഴുവൻ രാജിവെച്ചതിനാൽ പാർട്ടി വിപ്പ് നൽകിയിരുന്നില്ല. എന്നാൽ സംഭവത്തോട് BJP നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.